ഒരു ആറാബ് നബിതങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ എനിക്ക് വല്ലതും തരുമോ? നബിതങ്ങൾ ഉടനെ നബിതങ്ങളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാൻ നിനക്കിപ്പോൾ നന്മ ചെയ്തില്ലേ? അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു, ഇല്ല, താങ്കൾ എനിക്ക് നന്മയൊന്നും ചെയ്തിട്ടില്ല. ഈ മറുപടി കേട്ട സ്വഹാബത്തിന് അത് തീരെ ഇഷ്ടമാകുന്നില്ല. അവർ ജീവനതുല്യം സ്നേഹിക്കുന്ന നബിതങ്ങളോട് ഒരാൾ ഇങ്ങനെ പെരുമാറുക എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നബിതങ്ങൾ അവരെ തടഞ്ഞുകൊണ്ട് പറയുന്നു, അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട, അദ്ദേഹം പോയിക്കോട്ടെ. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് നേരത്തെ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്തുകൊണ്ട് പറയുന്നു, ഞാൻ ഇപ്പോൾ നിനക്ക് നന്മ ചെയ്തില്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നു, അതെ, താങ്കൾ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ജസാക്കല്ലാഹു മിൻ അശീറതിക ഖൈറ, തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. എന്നിട്ട് നബിതങ്ങൾ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിതങ്ങൾക്ക് തൻ്റെ ഉമ്മത്തിനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത്. നബിതങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞത് എൻ്റെ സ്വഹാബത്തിന് തീരെ ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായില്ല എന്നല്ല, എൻ്റെ സ്വഹാബത്തിന് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്തോ ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ട്. ആ ദേഷ്യം പോകണമെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം അവരുടെ മുന്നിൽ വെച്ച് പറയും. നബിതങ്ങൾക്കുള്ള വിഷമം അദ്ദേഹത്തോട് സ്വഹാബത്തിന് എന്തോ ഒരു ദേഷ്യം തോന്നി എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് സമ്മതിക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ സ്വഹാബത്തിന് മുന്നിൽ വെച്ച് പറയുന്നു, അദ്ദേഹം ഇന്നലെ പറഞ്ഞതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാനങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ നൽകി, അദ്ദേഹം അപ്പോൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, അതെ, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ജസാക്കല്ലാഹു ആശിറതുക ജസാക്കല്ലാഹു മിൻ ആശിറതിക ഖൈറ, തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഞാനും ഇദ്ദേഹം തമ്മിലുള്ള ബന്ധം ഒരു ഒട്ടകവും അതിൻ്റെ ഉടമയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഒരു ഒട്ടകം എങ്ങോട്ടോ ഓടിപ്പോകുന്നു. അതിനെ പിടികൂടാൻ വേണ്ടി ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്തോറും അത് ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഉടമ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ മാറി നിൽക്കുക, എനിക്കറിയാം എൻ്റെ ഒട്ടകത്തെ എങ്ങനെയാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതെന്ന്. അങ്ങനെ അദ്ദേഹം കുറച്ച് ഇലകൾ അതിനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ അതിനെ വിളിക്കുന്നു. അപ്പോൾ ആ ഒട്ടകം സൗമ്യമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട സൗകര്യം, അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ അവസാനം കൂട്ടിച്ചേർക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ അടിക്കാൻ സമ്മതം നൽകിയിരുന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വധിക്കുകയും അതുമൂലം അദ്ദേഹം നരകത്തിൻ്റെ അവകാശങ്ങളിൽ പെടുമായിരുന്നു. നബിതങ്ങൾ അത്രത്തോളം തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ പോവുക എന്നുള്ളത് അത്രത്തോളം നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്, ആരേക്കാളും, മാതാപിതാക്കളെക്കാളും, സ്വന്തം നഫ്സിനേക്കാളും, മറ്റു എല്ലാത്തിനേക്കാളും നബിതങ്ങളെ സ്നേഹിക്കണോ വേണ്ടതെന്ന്. നബിതങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.